ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ ഷട്ത്രിംശത്തമോധ്യായ. ഇതുവരെ നാം പഠിച്ചത് രാസലീലയാണ്. 5 അധ്യായങ്ങൾ രാസ പഞ്ചദശാധ്യായി അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഗോപികളുടെ യുഗളഗീതം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ 9, 10, 11 വയസ്സുകളിൽ നടന്ന സ്വൈരലീലകൾ എല്ലാം കഴിഞ്ഞു. ഗോപികളെ പ്രജവാസികളെയൊക്കെ സന്തോഷിപ്പിച്ചു. 12-ാം വയസ്സിലാണ് കംസനെ കൊല്ലുന്നത്. 11-ാം വയസ്സിൽ തന്നെ ഭഗവാൻ ചെയ്ത വേറൊരു വധമാണ് അരിഷ്ടവധം. നാരദനിൽ നിന്ന് ദേവകിയുടെയും വസുദേവൻ്റെയും പുത്രനായ കൃഷ്ണൻ, അതായത് ദേവകിയുടെ 8ാമത്തെ പുത്രൻ, വൃന്ദാവനത്തിൽ താമസിക്കുന്നു എന്ന് കംസൻ അറിഞ്ഞു. അങ്ങനെ അരിഷ്ടൻ എന്ന അസുരനെ കൃഷ്ണനെ വധിക്കാനായി അയക്കുന്നു. അതാണ് ഇന്നത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകോവാച അത തർഹ്യാഗതോ ഗോഷ്ടം അരിഷ്ടോ വൃഷഭാസുരഃ മഹീമഹാകുകുത്കായ കമ്പയൻ ശുരവിക്ഷതാം. അഥ അനന്തരം തർഹി അപ്പോൾ മഹാകകുത്കായ തർഹി ആഗതോ ഗോഷ്ടം അരിഷ്ടഃ വൃഷഭാസുരഃ മഹാകകുത്കായഃ കമ്പയൻ ഖുരവിക്ഷതാം. അനന്തരം തർഹി അപ്പോൾ മഹാകകുത്കായഃ മഹത്തുക്കളായിരിക്കുന്ന കകുത്ത് എന്ന് പറഞ്ഞാൽ ഈ കാളയും പശുവിനും കഴുത്തിലുള്ള പൂഞ്ഞ, കഴുത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ, അതിന് പൂഞ്ഞ എന്നാണ് പറയുന്നത്. അപ്പം അത് നല്ല പൂഞ്ഞയുള്ള എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള കാള. അരിഷ്ടൻ എന്ന പേരായ വൃഷഭാസുര, കാളയുടെ ആകൃതിയോടുകൂടിയ ഒരസുരൻ. ഖുരവിക്ഷതാം ഖുരങ്ങളാൽ, അതായത് അതിൻ്റെ കുളമ്പ് കൊണ്ടൊക്കെ ഭൂമിയെ കമ്പയൻ വിറപ്പിച്ചുകൊണ്ട് ഗോഷ്ടം ഗോകുലത്തെ ആഗതഃ പ്രവേശിച്ചു, ഗോകുലത്തെ ആഗമിച്ചു, ഗോകുലത്തിൽ പ്രവേശിച്ചു. അപ്പോൾ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ പറഞ്ഞയച്ച കാളയുടെ രൂപത്തിലുള്ള അസുരൻ്റെ പേര് അരിഷ്ടാസുരൻ. അപ്പോൾ അത് വൃഷഭത്തിൻ്റെ ആകൃതിയായ അസുരൻ. അധത്തർഹ്യാഗതോ ഗോഷ്ടം അരിഷ്ടോ വൃഷഭാസുര മഹീം കകുത്കായ കമ്പയൻ ഖുരവിക്ഷതാം. ശ്ലോകം 2. രംഭമാണ ഖരതരം തഥാച വിലിഖന്മഹീം ഉദ്യമ പുച്ഛം വപ്രാണി വിഷാണ അഗ്രേണ ചോദ്ധരൻ. രംഭമാണഃ ഖരതരം ഏറ്റവും കാഠിന്യം ആകും വണ്ണം രംഭമാണ ശബ്ദിച്ചുകൊണ്ട്. കാള ഭയങ്കര ശബ്ദം, കേൾക്കുന്നവരുടെയൊക്കെ ചെവി അടയ്ക്കുന്ന ഭാവത്തിൽ മുക്രയിട്ടുകൊണ്ട് പദം കാൽ കൊണ്ട് മഹിം ഭൂമിയെ വിലേഖനം ചെയ്ത്, അതായത് ഭൂമിയൊക്കെ കുത്തിയിളക്കി പൊടി പാറിപ്പിച്ച്, പുച്ഛം വാലിനെ ഉയർത്തിയിട്ട്, വിഷാണ അഗ്രേണ കൊമ്പിൻ്റെ അഗ്രം കൊണ്ട് വപ്രാണി മതിലുകളെ ഉദ്ധരൻ ഇടിച്ച് പൊട്ടിച്ചുകൊണ്ട്. ഭയങ്കര ബലശാലിയായ വലിയ കാളയാണ്. അപ്പോൾ ഭൂമിയിൽ കുളമ്പ് കൊണ്ടിട്ട് പൊടിയൊക്കെ പറത്തി വാല് ഉയർത്തിപ്പിടിച്ച് മതിലുകളെയൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് അത് പോകുന്നത്. രംഭമാണ ഖരതരം പദാവിലിഖന്മഹീം ഉദ്യമ പുച്ഛം വപ്രാണി
വിഷാണാഗ്രേണ ചോദ്ധരൻ. ഉദ്ധരൻ എന്ന് വെച്ചാൽ പുഴയ്ക്ക് എറിഞ്ഞുകൊണ്ടും അതിനെയൊക്കെ ഇടിച്ചു തകർത്തുകൊണ്ട്. ശ്ലോകം 3. കിഞ്ചിത് കിഞ്ചിത് സകൃത് മുഞ്ചൻ മൂത്രയൻ സ്തപ്തലോചനഃ യസ്യ നിർഘാതി തേനാംഗ നിഷ്ഠൂരേണ ഗവാം നൃണാം. അടുത്തതും കൂടെ വായിക്കാം, 4 കൂടെ. പതന്ത്യകാലോ ഗർഭ ശവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഖനായസ്യ കുകുദ്യാജലശങ്കയാം. കിഞ്ചിത് കിഞ്ചിത് കുറേശ്ശെയായിട്ട് സകൃത് വെച്ച് ചാണകം മുഞ്ചൻ ചാണകം ഇട്ടുകൊണ്ട് മൂത്രമൊഴിച്ച് സ്തപ്തലോചന ഇളക്കമില്ലാത്ത നിർത്തിയ കണ്ണുകളോട് ഇളക്കമില്ലാത്ത കണ്ണൊക്കെ തുറച്ച് ഇരുന്നു. യസ്യ യാതൊരുത്തൻ്റെ നിഷ്ഠൂരണം കഠിനമായ നിർഹാദേന ശബ്ദത്താൽ അംഗഹേ പൂജ്യ ഗവാം പശുക്കളുടെയും നൃണാം മനുഷ്യരുടെയും ഗർഭങ്ങൾ ഭയേന പേടികൊണ്ട് അകാലത അസമയത്തിൽ പതിച്ചു. അപ്പോൾ ഇതിൻ്റെ ആ ശബ്ദവും ബഹളമൊക്കെ കണ്ട് ഗർഭിണിയായവരൊക്കെ അവരുടെയൊക്കെ ഗർഭം അലസിപ്പോയി എന്നാണ് പറയുന്നത്. പതന്തി പതിച്ചു, അതായത് ഈ ഗർഭം 4 മാസം വരെയുള്ള ഗർഭം അലസിയാൽ അതിനെ സ്രവിച്ചു എന്ന് പറയും. 6 മാസങ്ങളിൽ അലസിയാൽ പതിച്ചുവെന്നും അതിന്മേലാണെങ്കിൽ പ്രസവിച്ചുവെന്നും പറയും. അപ്പോൾ ഇവിടെ പതിച്ചു എന്നാണ് പറഞ്ഞത്. 5-6 മാസങ്ങളിലൊക്കെ ഗർഭം അലസിയാൽ പതിച്ചു എന്ന് പറയും, അലസി. യസ്യ യാതൊരുത്തൻ്റെ കകുത്തത്തിൽ കൗത്തം പറഞ്ഞു, അതായത് കഴുത്തിൻ്റെ അടുത്ത മുതുകിൻ്റെ അറ്റത്ത് വന്ന പുഞ്ഞക്കൂടം എന്ന് പറയും. കൗത്തത്തിൽ അജലശങ്കയ പർവ്വതം എന്ന വിചാരത്താൽ ഖന മേഘങ്ങൾ വിശന്തി പ്രവേശിച്ചു. അപ്പോൾ ആ പൂഞ്ഞേര എവിടെയൊക്കെ കഴുത്തിൻ്റെ ആ ഭാഗമൊക്കെ ഉയർന്നിരുന്നു. അപ്പം മേഘം എന്താണെന്ന് വിചാരിച്ചു, ഇത് പർവ്വതമാണെന്ന് പറഞ്ഞ് മേഘമൊക്കെ താഴ്ന്നു വന്ന് അതിൽ നിന്നു വന്ന് ആലങ്കാരികമായിട്ട് പറയുകയാണ്. കിഞ്ചിത് കിഞ്ചിത് ശകൃൻ മുഞ്ചൻ മൂത്രയൻ സ്തപ്തലോചനഃ യസ്യ നിർഘാതിതേനാംഗ നിഷ്ഠൂരേണ ഗവാം നൃണാം പതന്ത്യകാലതോ ഗർഭ ശവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഖനായസ്യ കുകുദ്യ ചല ശങ്കയാം. ശ്ലോകം 5. തം തീഷ്ണശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസു പശവോ ദുദ്രൂർഭീത രാജൻ സന്ത്യജ്യ ഗോകുലം. തം തീഷ്ണശൃംഗം ഉദ്വീക്ഷ്യ, ഹേ രാജൻ, തീഷ്ണശൃംഗ മൂർച്ചയുള്ള കൊമ്പുകളോടുകൂടിയ തം അവനെ ഉദ്വീക്ഷ്യ കണ്ടിട്ട് ഗോപ്യ ഗോപികകളും ഗോപാഹ ഗോപന്മാരും തത്രസു ഭയപ്പെട്ടുപോയി. അവൻ്റെ ആ കൊമ്പ് മതിലിനെയൊക്കെ ഇടിച്ച് തകർത്ത് കൊണ്ടുപോയ ആ കൊമ്പൊക്കെ കണ്ടിട്ട് അവരൊക്കെ പേടിച്ചു പോയി. പശുക്കൾ ഭീതാഹ ഭയമുള്ളവരായി ഗോകുലത്തെ സന്ധ്യജ ഉപേക്ഷിച്ച് ദുദ്രുവു ഓടി. അപ്പോൾ ഈ കാള ഇങ്ങനെ ബഹളം വെച്ച് ഓടി വന്നപ്പോൾ പശുക്കളും പേടിച്ച് ഓടിപ്പോയി. തം തീഷ്ണശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസു പശവോ ദുദ്രുർഭീത രാജൻ സന്ധ്യജ ഗോകുലം. ശ്ലോകം 6. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയു ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. കൃഷ്ണ കൃഷ്ണ ഇതി തേ സർവേ ഗോവിന്ദം ശരണം യയുഃ ഭഗവാൻ അപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. തേ സർവേ അവരെല്ലാവരും കൃഷ്ണ കൃഷ്ണ അല്ലയോ കൃഷ്ണ രക്ഷിക്കണേ എന്ന് ഗോവിന്ദനെ ശരണമായിട്ട് യയു പ്രാപിച്ചു. കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ ശരണമായി പ്രാപിച്ചു. ഭയവിദ്രുതം ഭയത്താൽ ഓടുന്ന തത് ഗോകുലം ആ ഗോകുലത്തെ ഭഗവാനും കണ്ടിട്ട് കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയു ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം.
ശ്ലോകം 7. മാ ഭൈഷ്ഠേതി ഗിരാശ്വാസ്യ വൃഷാസുരമുപാഹുയത് ഗോപാലൈ പശുഭിർമന്ദ ത്രാസിതൈർക്കിമ സത്തമ. കിം അസത്തമ, അതാണ് കിം അസത്തമ. മാ ഭൈഷ്ഠ, ഭഗവാൻ എന്ത് ചെയ്തു? മാ ഭൈഷ്ഠ ഇതി, പേടിക്കണ്ട ഇതി എന്ന് ഗിര, വാക്കിനാൽ ആശ്വാസം, അവരെ ആശ്വസിപ്പിച്ചു. അസത്തമ, പരമദുഷ്ട, മന്ദ, ബുദ്ധികെട്ടവനെ, ത്രാസിതെ, ഭയപ്പെടുത്തി ഇരിക്കുന്ന ഗോപാലന്മാരെ കൊണ്ടും പശുക്കളെ കൊണ്ടും കിം, എന്തു ഫലം എന്ന് വൃഷാസുരനെ ഉപാഹുയത്, സമീപത്തേക്ക് വിളിച്ചിരുന്നു. ഇപ്പോൾ ഓടുന്ന ഗോകുലത്തിലെ ആളുകളൊക്കെ ഓടിയവരുടെ കൃഷ്ണൻ തോന്നുന്നു, ഭയപ്പെടണ്ട, ഞാൻ ഇതാ രക്ഷിക്കാം. എന്നിട്ട് വൃഷഭാസുരനോട് പറഞ്ഞു, എടാ മൂഢ, പരമദുഷ്ട, പേടിച്ചോടുന്ന പശുക്കളെയും ഗോപാലന്മാരെയും പിന്നാലെ നീ ഓടണ്ട, അവരെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം? എൻ്റെ അരികത്ത് വാ എന്ന് വിളിച്ചു പറഞ്ഞു. ശ്ലോകം 7, 6 വായിച്ചിട്ട്. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയു ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. ശ്ലോകം 7 ഇവിടെ വായിക്കാം. മാ ഭൈഷ്ഠേതി ഗിരാശ്വസ്യ വൃഷാസുരമുപാഹുയത് ഗോപാലൈ പശുഭിർമന്ദ ത്രാസിതൈക്കിമസത്തമാം. ശ്ലോകം 8. ബലദർപ്പാഹം ദുഷ്ടാനാം ത്വദ്വിധാനാം ദുരാത്മനാം ഇത്യാസ്ഫോട്യാച്യുതോ അരിഷ്ട തലശബ്ദേന കോപയൻ. ബലദർപ്പഃ അഹം ദുഷ്ടാനാം ത്വദ് വിധാനാം ദുരാത്മനാം ഇതി ആസ്ഫോട്യ അച്യുതഃ അരിഷ്ടം തലശബ്ദേന കോപയൻ. ത്വദ്വിധാനാം, നിന്റെ സമ്പ്രദായത്തിലുള്ള ദുരാത്മന, ദുഷിച്ച മനസ്സുള്ള ദുഷ്ടന്മാരുടെ ബലദർപ്പഃ, ബലത്തെയും അഹങ്കാരത്തെയും ഹരിക്കുന്ന അച്യുത, നാശരഹിതനായവൻ ആകുന്നു ഞാൻ. ഭഗവാൻ പറയാണ്, നീ ഓടയൊന്നും വേണ്ട, നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ ബലത്തെ ഇല്ലാതാക്കുന്നവനാണ് ഞാൻ, അഹം, ഞാൻ ഇത് എന്ന് പറഞ്ഞ് ആസ്ഫോട്യ, കൈയടിച്ച്, തലശബ്ദേന, അതിൽ നിന്നുണ്ടായ ശബ്ദത്താൽ, അരിഷ്ടനെ കോപിപ്പിച്ചു. അപ്പോൾ അരിഷ്ടൻ ഇങ്ങനെ വാലും പൊക്കി ചാടി വന്നപ്പോൾ അവന് കുറച്ചുകൂടെ കോപം ഉണ്ടാകാൻ പറഞ്ഞു. നീ അവരെ പിറകെ ഒന്നും പോകണ്ടടാ ദുഷ്ട, നിന്റെ നാശം അടുത്തിരിക്കുകയാണ്, നിന്റെ അഹങ്കാരം എല്ലാം ഞാനിപ്പോൾ നശിപ്പിച്ചു തരാം. ശ്ലോകം 9. സഖ്യുറംസേ പൂജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരി സോപ്യേവം കോപിതോരിഷ്ട കുരേണാവനിമുല്ലിംഘൻ ഉദ്യത്പൃച്ഛഭ്രമൻ മേഘ കൃത്തകൃഷ്ണമുപാദ്രവത്. സഖ്യു അംസേ ഭുജാഭോഗം പ്രസാര്യ അവസ്ഥിതഃ ഹരിഃ സഹ അപി ഏവം കോപിതഃ അരിഷ്ടഃ കുരേണ അവനിം ഉല്ലിഖൻ ഉദ്യത് പുച്ഛ പ്രമദ്മേഘഃ ക്രുദ്ധ കൃഷ്ണം ഉപാദ്രവത്. ഹരികൃഷ്ണൻ സഖ്യു, സ്നേഹിതൻ്റെ അംസെ, തോളിൽ, ഭുജാഭോഗം, ഭോഗം പോലെ ഇരിക്കുന്ന ഭുജയെ, അതായത് കോപത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട്, അവൻ്റെ കോപത്തെയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? നീ ഒരു നിസ്സാരമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു കുലുക്കമില്ലാത്ത നിലയിൽ തൻ്റെ സുഹൃത്തിൻ്റെ തോളിൽ സർപ്പശരീരമെന്ന പോലെ ഉരുണ്ട് നീണ്ടിരിക്കുന്ന തൻ്റെ കൈ അങ്ങ് നീട്ടിവെച്ച് സുഖമായിട്ട് നിന്നു. നീ ഇവിടെ ബഹളം കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് കൈയെടുത്ത് സുഹൃത്തിൻ്റെ തോളിൽ വെച്ചിരിക്കുകയാണ്. അതാണ് അംസെ, തോളിൽ, ഭുജാഭോഗം, ഭോഗം പോലെ ഇരിക്കുന്ന, അതായത് സർപ്പശരീരം പോലെ ഇരിക്കുന്ന നീളമുള്ള ഒരു കയ്യെ, ഭഗവാന്റെ കൈ നീളമുള്ളതാണല്ലോ, നീളമുള്ള കൈയെടുത്ത് അങ്ങ് വച്ചിട്ട് ഏവം ഇപ്രകാരം കോപിതക, കോപിപ്പിക്കപ്പെട്ട, സഹ അരിഷ്ടക,
അരിഷ്ടനെയും കുരേണ കുളമ്പുകൊണ്ട് അവനെയും ഭൂമിയെ ഉല്ലിംഘൻ കിളറിക്കൊണ്ട് ഭൂമിയെ കുത്തി പൊടിപ്പിച്ചുകൊണ്ട് ഉദ്യത് പുച്ഛ പ്രമൻ മേഘ ഉയർത്തിയ വാൽ നിമിത്തം ചലിക്കുന്ന മേഘത്തോടുകൂടിയും കൃത്തഹ കോപത്തോടു കൂടിയവരുമായിട്ട് കൃഷ്ണനെ ഉപാദ്രവൻ കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയാണ്. അപ്പോൾ കൃഷ്ണൻ സാരമില്ലാത്ത മട്ടിൽ നീളമുള്ള കൈയെടുത്ത് ഒരു കൂട്ടുകാരൻ്റെ തോളിലൊക്കെ വെച്ച് അങ്ങ് നിൽക്കുകയാണ്. സുഖമായിട്ട് നിന്നപ്പോൾ യവ എന്ത് ചെയ്തു? എന്നാൽ ഇപ്പം തന്നെ ശരിപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ച വാലിൻ്റെ അഗ്രത്താൽ മേഘത്തെ അങ്ങുമിങ്ങും പറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര ചാടി ഓടി ദേഷ്യപ്പെട്ട് ആ നാശരഹിതനായിരിക്കുന്ന ഭഗവാന്റെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. സഖ്യുറംസേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോഹരി സോപ്യേവം കോപിതോരിഷ്ട കുരേണാവനി മുല്ലിഹൻ ഉദ്യത് പുച്ഛ ഭ്രമൺമേഘ കൃഷ്ണമുപാദ്രവത്. ശ്ലോകം 10. അഗ്രന്യസ്ത്യാവിഷാണാഗ്ര സ്തപ്താശ്രഗ്ലോചനോച്യുതം കടാക്ഷിപ്യാത് ദ്രവത്തൂർണം ഇന്ദ്രമുക്തോ അശനിർയഥ. അഗ്രന്യസ്ത വിഷാണാഗ്ര സ്തപ്ത അശ്രുലോചന അച്യുതം കടാക്ഷിപ്ത ദ്രവത്തൂർണം ഇന്ദ്രം മുക്ത അശനിഹി യഥാ. അഗ്രന്യസ്ത വിഷാണാഗ്ര അഗ്രഭാഗത്താൽ വയ്ക്കപ്പെട്ട കൊമ്പുകളുടെ അഗ്രഭാഗത്തോടുകൂടി സ്തപ്ത അശ്രുലോചന സ്തംഭിക്കപ്പെട്ട തുടുത്ത കണ്ണുകളോടുകൂടിയവനായിട്ട് അച്യുതനെ കടാക്ഷ്യ നോട്ടത്താൽ ആക്ഷേപിച്ചിട്ട് ഇന്ദ്രമുക്ത ഇന്ദ്രനാൽ മോചിക്കപ്പെട്ട അശനീയത വജ്രമെന്ന പോലെ തൂർണം വേഗത്തിൽ ആ ദ്രവത് ഓടി. അപ്പോൾ കൃഷ്ണൻ്റെ നേർക്ക് എങ്ങനെയാണ് പാഞ്ഞു ചെന്നതെന്ന് കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഇപ്പോൾ കുത്തിക്കൊല്ലുമെന്ന ഭാവത്തിൽ നേർക്ക് നീട്ടി ചോര കണ്ണ് കൊണ്ട് നോക്കിക്കൊണ്ട് ദേവേന്ദ്രൻ അയച്ച വജ്രായുധം പോലെ ദേവേന്ദ്രൻ വജ്രായുധം ഉയർത്തി പ്രഹരിക്കുന്ന പോലെ അസഖ്യ വേഗത്തോട് ശക്തിയോടും കൂടി കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞു. അഗ്രന്യസ്തഭിഷാണാഗ്ര സ്തപ്താശ്രലോചനോച്യുതം കടാക്ഷിപ്താദ്രവത്തൂർണം ഇന്ദ്രമുക്തോശനിർയഥാ. ശ്ലോകം 11. ഗൃഹീത്യാ ശൃംഗയോ സ്തംഭ അഷ്ടാദശ പദാനി സ പ്രത്യപോവാഹ ഭഗവാൻ ഗജപ്രതിഗജം യഥാ. ശൃംഗയോ കൊമ്പുകളിൽ ഗൃഹീത്വ പിടിച്ചിട്ട് ഗജ ആന പ്രതിഗജം യഥാ എതിരിട്ട് വന്ന ആനയെ എന്ന പോലെ ഭഗവാൻ കൃഷ്ണൻ തമ്പൈ അവനെ തന്നെ അഷ്ടാദശ പദാനി 18 അടി ദൂരം പ്രത്യപോഹ പ്രതിലോമമായി അടിച്ചു. അപ്പം നേരിട്ട് വരുന്ന വൃഷഭാസുരൻ്റെ 2 കൊമ്പുകളിൽ 2 കൈകളും പിടിച്ച് ഉയർത്തി ഭഗവാൻ എന്ത് ചെയ്തു? മത്തഗജം എതിരിട്ട് വരുന്ന മറ്റൊരു ഗജത്തെ പോലെ 18 അടി പുറകോട്ട് തുരത്തി താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 18 അടി ദൂരമായിട്ട് എറിഞ്ഞു. അവൻ്റെ കാലുകളിലൊക്കെ പിടിച്ച് 18 അടി ദൂരം എറിഞ്ഞു. കാലിലെ കൊമ്പുകളിൽ പിടിച്ചിട്ട് എതിരിട്ട് വരുന്ന ആനയെ പോലെ കൊമ്പി പിടിച്ച് തൂക്കിയെടുത്ത് ദൂരെ ഉറ്റയേറി. ഗൃഹീത്വാ ശൃംഗയോ സ്തംഭ അഷ്ടാദശ പദാനി സ പ്രത്യപോവാഹ ഭഗവാൻ ഗജപ്രതിഗജം യഥാ. വൃഷഭാസുരൻ്റെ 2 കൊമ്പുകളിൽ 2 കൈകൾ കൊണ്ട് പിടിച്ച് ഉയർത്തിയിട്ട് 18 അടി ദൂരത്തേക്ക് എറിഞ്ഞു. ശ്ലോകം 12. സോഭവിത്വോ ഭഗവത
പുനരുത്ഥായ സത്വര ആപതത്സിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. സഹ അപവിത്തഃ ഭഗവതാ പുനഃ ഉത്ഥായ സത്വരഃ ആപതത്സിന്ന സർവാംഗഃ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. ഭഗവാനാൽ അപവിദ്ധഃ എറിയപ്പെട്ട സഹ അവൻ ത്വരയോടുകൂടിയവനായി പുനഃ ഉത്ഥായ പിന്നെ എഴുന്നേറ്റിട്ട് സിന്ന സർവാംഗഃ വേദയുക്തങ്ങളായ അവയവങ്ങളോടുകൂടിയവനായി ക്രോധമൂർച്ഛിതഃ ക്രോധത്താൽ മൂർച്ഛിക്കപ്പെട്ടവനായി നിശ്വസൻ ശ്വസിച്ചുകൊണ്ട് ആപതത് നേരിട്ട് ചാടി. അപ്പൊ കല്ലെറിയുന്ന കവണ കൊണ്ട് കല്ലെറിയുന്ന പോലെ ഭഗവാൻ എടുത്ത് ദൂരെ എറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് വീണ സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റ് ദേഹമാസകാലം വിയർത്ത് ഭയങ്കര ദേഷ്യം കൊണ്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് കുതിച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെ കൊല്ലുവാനായിട്ട് ഭഗവാന്റെ നേരെ അടുത്തു. സോപവിത്തോ ഭഗവത പുനരുത്ഥായ സത്വരഃ ആപതത്സിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. ശ്ലോകം 13. തം ആപദന്തം സനിഹൃഹ്യ ശൃംഗയോ പദാസമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രം അംബരം കൃത്വാ വിഷാണേന ജഘാന സോപതത്. തം ആപദന്തം സഹ നിഗൃഹ്യ സഹ ഭഗവാൻ കൃഷ്ണൻ ആപദന്തം തൻ്റെ നേർക്ക് ചാടി വരുന്ന തം അവനെ ശൃംഗയോഹോ കൊമ്പുകളിൽ നിഗൃഹ്യ പിടിച്ചിട്ട് ഭൂതലെ നിലത്തിൽ നിപാത്യ വീഴ്ത്തിയിട്ട് കാൽ കൊണ്ട് സമാക്രമ്യ നന്നായി ആക്രമിച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടി ആദ്യം കൊമ്പിൽ പിടിച്ച് ദൂരെ എറിഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ചാടി വന്നപ്പോൾ കൊമ്പുകൾ പിടിച്ചിട്ട് തറയിൽ വീഴ്ത്തിയിട്ട് കാലുകൊണ്ട് ചവിട്ടി. ആർദ്രം നനഞ്ഞതായ അമ്പരം വസ്ത്രം വസ്ത്രം പോലെ നനഞ്ഞതായ വസ്ത്രത്തിനെ പിഴിഞ്ഞ് എടുക്കൂലേ അതുപോലെ അവനെ പിഴിഞ്ഞു. നിഷ്പീഡയാമാസ പിഴിഞ്ഞു. അതായത് വൃഷഭാസുരനെ നിലത്തിട്ട് ചവിട്ടിയിട്ട് തുണി കല്ലിലടിച്ച് കാൽ കൊണ്ട് ചവിട്ടി അത് കശക്ക് പിഴിയുന്നത് പോലെ വെള്ളം കളയുന്നത് പോലെ കാളയുടെ ദേഹത്തിൽ കാൽ കൊണ്ട് ചവിട്ടി പദം വരുത്തി കൈകൊണ്ട് അമർത്തി രോമകൂപങ്ങൾ കൂടി ധാരധാരയായി രക്തം പുറത്തേക്ക് വന്നു. തുണികളിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ യവനെ പിടിച്ച് ചമന്തിയാക്കിയപ്പോൾ എന്താണ് വന്നത്? രക്തമാണ് വന്നത്. കൃത്വ ഉത്പാടനം പിഴുതിട്ട് വിഷാണ കൊമ്പുകൾ കൊണ്ട് ജഖാന അടിച്ചു. സഹ അവൻ വീണു. എന്നിട്ട് അവൻ്റെ കൊമ്പിനെ പറിച്ചെടുത്തിട്ടോ അതുകൊണ്ട് തന്നെ കാളയുടെ തലയ്ക്ക് അടിച്ചു. അതിൻ്റെ കൊമ്പ് കൊണ്ട് തന്നെ അതിൻ്റെ തലയ്ക്ക് അടിച്ചു കൊന്നു. അതായത് യമൻ ദണ്ടുകൊണ്ട് മറ്റുള്ളവരെ അടിക്കും പോലെ അവൻ്റെ കൊമ്പ് കൊണ്ട് തന്നെ അവനെ അടിച്ച് കൊന്നു. തമ്മാപദന്തം സഗൃഹിക്യ ശൃംഗയോ പദാസമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രമംബരം കൃത്വാ വിഷാണേന ജഘാന സോപതത്. ശ്ലോകം 14. അസ്രഗ്വമന്മൂത്രശകൃത് സമുത്സൃജൻ ക്ഷിപം ച പാദാൻ അനവസ്ഥിതേക്ഷണ ജഗാമകൃഷ്ടം നിര്യേതരഥ ക്ഷയം പുഷ്പൈകിരന്തോ ഹരിമീഡിരേസുരാം. അസ്രത് വമൻ മൂത്ര ശകൃത് സമുത്സൃജൻ ക്ഷിപം ച പാദാൻ അനവസ്ഥിതേക്ഷണ ജഗാമകൃഷ്ടം നിര്യതേർ അഥ ക്ഷയം പുഷ്പൈഹി
കിരന്തഹ ഹരം ഈടിരെ സുരാഹ. അസ്രൻ രക്തത്തെ, വമൻ ഛർദിച്ചും, മൂത്ര സഹൃത് മൂത്രത്തെയും ചാണകത്തെയും, സമുത്സൃജൻ വിസർജിച്ചും, പാതാൻ കാലുകളെ, ക്ഷിപൻ എറിഞ്ഞും, അനവസ്ഥിതേക്ഷണ ഇളകിയ കണ്ണുകളോട് കൂടിയവനായി, കൃഷ്ണം കഷ്ടത്തെയും, പിന്നെ നിര്യതെ യമന്റെ ക്ഷയം ഭവനത്തെയും ജഗാമ പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ അവനെ കൊമ്പുകൊണ്ട് പിടിച്ചെടുത്ത് നിലത്തടിച്ച് ചവിട്ടി, എന്നിട്ട് വസ്ത്രത്തിൽ കാലുകൊണ്ട് പിഴിയുന്നത് പോലെ പിഴിഞ്ഞു. എന്നിട്ട് അവൻ്റെ കൊമ്പ് കൊണ്ട് തന്നെ അവനെ അടിച്ചു. അപ്പോൾ രക്തം വാർന്നവൻ മരിക്കുകയാണ്. പടി കൊണ്ടപ്പോൾ രക്തം ഛർദ്ദിച്ചു, മൂത്രവും ചാണകവും വിസർജിച്ചു, 4 കാലുകളും അങ്ങും ഇങ്ങോട്ട് അടിച്ചു. പ്രാണവേദന നിമിത്ത കണ്ണുകൾ നിലയ്ക്ക് നിൽക്കാതെ അങ്ങുമിങ്ങും ചലിച്ചു. ഒടുവിൽ യമപുരിയിൽ പ്രവേശിച്ചു, മരിച്ചു. അസ്രഗ്വമൻ മൂത്ര സഹൃസമൃജയൻ ക്ഷിപം ച പാദാൻ അനവസ്ഥിതേക്ഷണ ജഗാമകൃഷ്ണം നിര്യതേരതക്ഷയം പുഷ്പൈകിരന്തോ ഹരിമീഡിരേ സുരാം. ശ്ലോകം 15. ഏവം കകുത്മിനം ഹത്വാ സ്തൂയമാനസ്വജാതിഭി വിവേശകോഷ്ടം സബലോ ഗോപീനാം നയനോത്സവഃ. ഏവം ഇപ്രകാരം കകുത്മിനം വൃഷഭാസുരനെ ഹത്വ കൊന്നിട്ട്, സ്വജാതിഭി തൻ്റെ കൂട്ടുകാരനാൽ, സ്തൂയമാന സ്തുതിക്കപ്പെട്ടവനും, സബല ബലനോട് കൂടിയവനുമായ, ഗോപീനാം ഗോപികളുടെ നയനോത്സവം നേത്രങ്ങളുടെ ഉത്സവ സ്വരൂപൻ, ഗോഷ്ടം ഗോകുലത്തെ, വിവേശ പ്രവേശിച്ചു. അപ്പോൾ ആ വൃഷഭാസുരനെ കൊന്നത് പറയുകയാണ്. തങ്ങളുടെ ഭയത്തെ തീർന്നപ്പോൾ ഗോപന്മാരെന്ത് ചെയ്തു? ഭഗവാനെ സ്തുതിച്ചു. ഇപ്രകാരം കകുത്മിനം വൃഷഭാസുരനെ കനിച്ചിട്ട് സ്വജാതി തൻ്റെ കൂട്ടുകാരാൽ സ്തൂയമാന സ്തുതിക്കപ്പെട്ടവരായി ബലനോടുകൂടി ഗോപികളുടെ നേത്രങ്ങളുടെ ഉത്സവ സ്വരൂപൻ ഗോഷ്ടത്തിൽ പ്രവേശിച്ചു. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഏവം കകുത്മിനം ഹത്വാ സ്തൂയമാനസ്വജാതിഭി വിവേശകോഷ്ടസബലോ ഗോപീനാം നയനോത്സവഃ. ശ്ലോകം 16. അരിഷ്ടേ നിഹതേ ദൈത്യേ കൃഷ്ണേനാത്ഭുത കർമ്മണ കംസായാഥാഹ ഭഗവാൻ നാരദോ ദേവദർശനഃ. അരിഷ്ടേ നിഹതേ ദൈത്യേ കൃഷ്ണേന അത്ഭുതകർമ്മണ ആശ്ചര്യമായ കർമ്മത്തോടു കൂടിയ കൃഷ്ണനാൽ അരിഷ്ടേ ദൈത്യ അരിഷ്ടാസുരൻ നിഹതേ ഹനിക്കപ്പെടുകയും ചെയ്തപ്പോൾ ദേവദർശനക ബ്രഹ്മാദി ദേവന്മാരെ പോലെ ജ്ഞാനമുള്ളവൻ ഭഗവാൻ ഐശ്വര്യപൂർണനായ നാരദ മഹർഷി അത് അനന്തരം ഹംസനായിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അരിഷ്ടാസുരനെ അല്ലെങ്കിൽ വൃഷഭാസുരനെ വധിച്ചു. അപ്പോൾ ഒരു ദിവസം കംസനെ കാണാൻ ആര് വന്നു? നാരദ മഹർഷി വന്നു. അരിഷ്ടേ നിഹതേ ദൈത്യേ കൃഷ്ണേനാത്ഭുത കർമ്മണ കംസായാഥാഹ ഭഗവാൻ നാരദോ ദേവദർശനഃ. ശ്ലോകം 17 18 കൂടെ വായിക്കാം. യശോദായാ സുതാം കന്യാം ദേവക്യാ കൃഷ്ണമേവ ച രാമം ച രോഹിണീ പുത്രം വസുദേവേന വിഭദ്യതാം. ന്യസ്തൗ സ്വമിത്രേ നന്ദേ വൈ യാഭ്യാം തേ പുരുഷാഹതാഹ. ദേവകിയുടെ കന്യകയെ യശോദയുടെ
സുതാം പുത്രിയായിട്ടും യശോദാം യശോദയുടെ കൃഷ്ണനെ ദേവകിയായ ദേവകിയുടേതായിട്ടും രോഹിണീപുത്രം രോഹിണിയുടെ പുത്രനായ രാമനെ ദേവകിയുടേതായിട്ടും ആഹാ പറഞ്ഞു. അപ്പം നാരദൻ വന്ന് പറഞ്ഞു, ഈ ഗോകുലത്തിൽ ഉണ്ടായിരിക്കുന്നത് ആരെന്നറിയാമോ നിനക്ക്? ഇതാണ് ശരിക്കും ദേവകിയുടെ പുത്രൻ. രോഹിണിയുടെ പുത്രനോ? അതും ദേവകിയുടെ പുത്രൻ തന്നെ. യശോദ പ്രസവിച്ച പെൺകുഞ്ഞാണ്, അതിനെയാണ് നീ കല്ലിലടിച്ചു കൊന്നത്. വിഭ്യത ഭയപ്പെടുന്നവനായ വസുദേവനാൽ സ്വമിത്രേ തൻ്റെ ബന്ധുവായ നന്ദനിൽ നശിക്കപ്പെട്ടതായി ഭവിച്ചു. അപ്പം നിന്നെ പേടിച്ച് വസുദേവർ എന്ത് ചെയ്തു? തൻ്റെ പുത്രന്മാരായ രാമകൃഷ്ണന്മാരെ ഗോകുലത്തിൽ തൻ്റെ മിത്രമായ നന്ദൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. യാതൊരുത്തരാൽ നിന്റെ പുരുഷന്മാർ ഹനിക്കപ്പെട്ടവരായി ഭവിച്ചു. അപ്പൊ നിന്റെ ആൾക്കാരെ എല്ലാം കൊന്നതാരാണ്? ഈ രണ്ടുപേരുമാണ്. ഇവര് ശരിക്ക് നന്ദഗോപരുടെ പുത്രനല്ല, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനാണ് എന്ന് പറയുകയാണ്. യശോദായ സുധാ കന്യാം ദേവക്യാം കൃഷ്ണമേവ ച രാമം ച രോഹിണി പുത്രം വസുദേവേന ബിഭ്യത നസ്തൗ സ്വമിത്രേ നന്ദേ വയ്യാഭ്യാം തേ പുരുഷാഹതാഹ. ശ്ലോകം 19-20. നിശമ്യ തദ്ഭോജപതി കോപാത് പ്രചലേന്ദ്രിയഃ നിഷാദം അസിം ആദത്ത വസുദേവ ജിഘാംസയാ നിവാരിതോ നാരദേന തത്സുതർമൃത്യുമാത്മനഃ ജ്ഞാത്വാ ലോകമയൈ പാശൈർ ബബന്ധ സഹഭാര്യയാ നിശമ്യ തദ്ഭോജപതി കോപാത് പ്രചലേന്ദ്രിയഃ നിഷാദം അസിം ആദത്ത വസുദേവ ജിഘാംസയാ നിവാരിതഃ നാരദേന തത്സുതൗ മൃത്യും ആത്മനഃ ജ്ഞാത്വാ ലോകമയൈഃ പാശൈഃ ബബന്ധ സഹഭാര്യയാ. നിശമ്യ തത് ഭോജപതി എന്ന് വെച്ചാൽ ഭോജന്മാരുടെ നാഥനാര്? കംസൻ നാരദൻ പറഞ്ഞത് കേട്ടിട്ട് അതിനെ നിശമ്യ കേട്ട് കോപം കൊണ്ട് ജ്വലിച്ചു. കോപം ഹേതുവായി പ്രചലേന്ദ്രിയക പ്രകർഷേണ ചലിക്കുന്ന ഇന്ദ്രിയത്തോടുകൂടി, അതായത് ദേഷ്യം അടക്കാൻ വയ്യ. എല്ലാ ഇന്ദ്രിയങ്ങളിലും ദേഷ്യം അങ്ങനെയൊക്കെയാണ്. മനസ്സിലും കണ്ണുകളിലും മുഖത്തും എല്ലാം ദേഷ്യം. നിഷാദം തീഷ്ണമായ അസിം വാളിനെ വസുദേവ ജിഘാംസയ വസുദേവനെ കൊല്ലാനുള്ള ആഗ്രഹത്താൽ ആദത്ത എടുത്തു. എന്നിട്ടോ നാരദനാൽ നിവാരണം ചെയ്യപ്പെട്ടു. അപ്പോൾ നാരദൻ തടുത്തു. വേണ്ട ഇപ്പം ചെന്ന് കൊല്ലേണ്ട കാര്യമില്ല. തത്സുതവ അവൻ്റെ 2 പുത്രന്മാർ ആത്മനഹ തൻ്റെ മൃത്യു അന്തകനായിട്ട് ജ്ഞാത്വ അറിഞ്ഞിട്ട് ലോകങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാശങ്ങൾ കൊണ്ട് ഭാര്യയോടുകൂടി ബന്ധിച്ചു. അപ്പോൾ ഇത് രാമന്മാർ വസുദേവരുടെ പുത്രനാണെന്നറിഞ്ഞ് കംസന് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഉടനെ വസുദേവനെ കൊല്ലണം എന്നുള്ള വിചാരം. വസുദേവനെ കൊല്ലാനാണ് പോയത്. അപ്പോൾ നാരദൻ പറഞ്ഞു, വസുദേവനല്ല നിന്റെ ശത്രു, അവൻ്റെ 2 മക്കളാണ്. അവർ 2 പേരും നിന്നെ കൊല്ലാനുള്ള അന്തകന്മാരാണ് എന്ന് നാരദൻ പറഞ്ഞു ധരിപ്പിച്ചു. ഉടനെ തന്നെ എന്ത് ചെയ്തു? കംസൻ ഇരുമ്പ് ചങ്ങല കൊണ്ട് വസുദേവനെയും ദേവകിയെയും കെട്ടിയിട്ടു. അപ്പോൾ ഇടയ്ക്ക് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ നിന്ന് തുറന്നു വിട്ടതായിരുന്നു. ഇപ്പം വീണ്ടും എന്ത് ചെയ്തു? വസുദേവനെയും ദേവകിയെയും ചങ്ങലയ്ക്ക് കെട്ടി ഇട്ടു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.